بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും കുടുംബജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷവും സമാധാനവുമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവരൊക്കെയാണല്ലോ കുടുംബത്തിലുണ്ടാവുന്നത്. ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥാപനമാണ് കുടുംബം. ഒന്നിലധികം ആളുകൾക്ക് ഒന്നിലധികം ആഗ്രഹങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വിവിധങ്ങളായ ചിന്താഗതികളും ഒക്കെയുണ്ടാകും. ഈ വൈവിധ്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കുടുംബത്തിലെ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരും കുട്ടികളും ഒക്കെ ഒന്നിച്ച് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ആ സ്ഥാപനത്തിലുള്ള മുഴുവൻ ആളുകളും പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കുടുംബജീവിതം എങ്ങനെ നല്ല നിലയിൽ കൊണ്ടുപോകണം എന്നതിന് വേണ്ട വിധത്തിലുള്ള പരിശീലനങ്ങൾ ഇല്ല. ആ പരിശീലനങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം പുറത്തു നിന്ന് കിട്ടിയാലും, ജോലി സ്ഥലത്ത് നിന്ന് കിട്ടിയാലും, അതല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടിയാലും, വീട്ടിലെത്തിയാൽ സന്തോഷമില്ലെങ്കിലോ? വീട്ടിലുള്ളവർക്ക് നാം വീട്ടിലെത്തിയതിൻ്റെ ഫലമായി സന്തോഷമില്ലെങ്കിലോ? മാതാപിതാക്കൾ മക്കൾക്കുള്ള ഒരു ആശാകേന്ദ്രമായും അവരെ സ്നേഹിക്കുന്നവരായും മക്കൾക്ക് തോന്നുന്നില്ലെങ്കിലോ? മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മാതാപിതാക്കൾക്കൊരാനന്ദമില്ലെങ്കിലോ? ഭാര്യയും ഭർത്താവും ഇണകളെന്ന നിലക്ക് അവർ കൂടിയിരിക്കുന്നതും കൂടെ യാത്ര ചെയ്യുന്നതും കൂടെ ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ചിരുന്ന് സല്ലപിക്കുന്നതുമൊക്കെ സന്തോഷകരമല്ലെങ്കിലോ? കുടുംബജീവിതം വളരെ ദുസ്സഹമാകും, വളരെ പ്രയാസകരമാവും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുക, കഴിയുന്നതും വീടിൻ്റെ പുറത്ത് സമയം ചെലവഴിക്കും ആളുകൾ. വീട്ടിലെത്താൻ വൈകും ജോലി കഴിഞ്ഞാലും. മക്കൾ നേരത്തെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. കാരണം വീട് ഒരു സന്തോഷത്തിൻ്റെ സ്ഥലമാകുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം. ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത്
വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് തുടങ്ങുന്ന ഏതാനും ആയത്തുകൾ, അതിൽ 11 ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ, അവർക്കുണ്ടാവേണ്ട 11 ഗുണങ്ങൾ. അത് ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവരാണ്, രാത്രിയിൽ നമസ്കരിക്കുന്നവരാണ്, പണം ചെലവഴിക്കുമ്പോൾ ദുർവ്യയം ചെയ്യാത്തവരും പിശുക്ക് കാണിക്കാത്തവരുമാണ്, അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥന നടത്താത്തവരാണ്, അതുപോലെ കള്ളസാക്ഷ്യം വഹിക്കാത്തവരാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നല്ല ആളുകളായി ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഗുണങ്ങളാണ് പറയുന്നത്. അതിൽ 11ാമത്തേതായി പറഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ ഓതി വെച്ച ആയത്ത്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇതൊന്നു മാത്രമാണ് ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവുമാണ്, കുടുംബജീവിതത്തിൻ്റെ ആനന്ദമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണിത്. വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പറയുന്നവരാണ്, എന്നാൽ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ പ്രാർത്ഥന? റബ്ബന, ഞങ്ങളുടെ നാഥ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലന, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുർറത അയ്യുനിൻ, കൺകുളിർമയുള്ള ജീവിതം, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമയുള്ള ജീവിതം നൽകണമേ നാഥ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ. നമ്മളത് പ്രാർത്ഥിക്കണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് അനുഗുണമായി പ്രവർത്തിക്കണം. ഞാൻ പലപ്പോഴും ഹുതുബയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്രാർത്ഥന നടത്തുന്ന ആളുകൾ ആ പ്രാർത്ഥന പൂർത്തിയാകുന്നതിനുള്ള പണിയെടുക്കണം. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് അതിനൊരു തൗഫീഖ് ഉണ്ടാവില്ല. അപ്പം അല്ലാഹു മുർസുഖ്നി, അള്ളാഹു എനിക്ക് ഭക്ഷണം തരണേന്ന് ഞാൻ ദുആ ചെയ്യാം, നമ്മളൊക്കെ ദുആ ചെയ്യും. പക്ഷെ ഞാൻ പണിക്ക് പോണ്ടേ, ഞാൻ ജോലി ചെയ്യണ്ടേ, പണമുണ്ടാക്കണ്ടേ, എന്നാലല്ലേ എനിക്ക് ആഹാരം കിട്ടുള്ളൂ. ഞാൻ രാവും പകലും പള്ളിയിൽ ഇരുന്നിട്ട് അല്ലാഹു മുർസുഖ്നി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യണമല്ലോ. അതാണ് പ്രാർത്ഥനയുടെ ഫലം പൂർത്തിയാവാനുള്ള പണിയെടുക്കണം എന്ന് പറയുന്നത്. അപ്പം അല്ലാഹുവേ എനിക്ക് നല്ല സന്താനത്തെ തരണമേ എന്ന് ഞാൻ ദുആ ചെയ്യാം. എന്നിട്ടോ ഞാൻ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ ദുആ പൂർത്തിയാവണമെങ്കിൽ അതിൻ്റെതായ പണികൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അല്ലാഹുവേ എൻ്റെ ഭാര്യയിൽ നിന്ന്, എൻ്റെ ഭർത്താവിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് കണ്ണിന് കുളിർമയുള്ള, സന്തോഷമുള്ള, ആനന്ദമുള്ള ജീവിതം നൽകണമേ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ആനന്ദമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. തുടക്കം മുതലുണ്ടാകണം, വിവാഹം മുതലുണ്ടാകണം. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ നമ്മുടെ പ്രശ്നം, നമുക്ക് കുടുംബജീവിതത്തിൽ സൗഹൃദമില്ലാതെ പോയി എന്നതാണ്. മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്, ഞാനല്ലേ തിന്നാൻ തരുന്നത്, ശരി. ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഞാനല്ലേ നിങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്നത്, ശരിയാണ്. പക്ഷെ അത് സൗഹൃദമല്ലല്ലോ, സ്നേഹമല്ലല്ലോ, ഇഷ്ടമല്ലല്ലോ, അത് ആനന്ദകരമായ ഒരു വർത്തമാനമല്ലല്ലോ. ഞാനല്ലേ തിന്നാൻ തരുന്നതെന്ന് പറയുന്നത്, അതല്ല. നമ്മൾ ഒന്നാണ് എന്ന് തോന്നണം. ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒന്നാണ് എന്ന് തോന്നണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഭാര്യമാരോടും കുടുംബത്തോടും കൂടിയുള്ള ജീവിതം. അറബി ഭാഷയിൽ മുസാഹറത്ത് എന്ന് പറയും വൈവാഹിക ബന്ധത്തിന്. മുസാഹറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? 2 തരം ലോഹങ്ങളെ ചൂടാക്കി ഉരുക്കി കാച്ചി പുതിയൊരു ലോഹം ഉണ്ടാക്കുന്നതിനാണ് അത് പറയാം. ഇപ്പോൾ ഇരുമ്പും ചെമ്പും എടുത്ത് അത് ചൂടാക്കിയിട്ട് കാച്ചിയിട്ട് പുതിയൊരു ലോഹം ഉണ്ടാക്കാൻ വിചാരിക്കുക, പിന്നെ അത് വേർപെടുത്താൻ പ്രയാസമാണല്ലോ, അങ്ങനെ വേറിട്ട് കിട്ടൂലല്ലോ. ആ ഒരു വാക്കാണ് വൈവാഹിക ബന്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക്. മറ്റൊരു വാക്ക് സവാജ് എന്നതാണ്. ഇപ്പൊ സൗജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ത്രീലിംഗം മാത്രമാണ് സൗജത്ത്. ഇപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ 2 വാക്കാണ്. ഒന്ന് ഭർത്താവ്,
ഒന്ന് ഭാര്യ, ഭരിക്കുന്ന ആളും ഭരിക്കപ്പെടുന്ന ആളും. ഇപ്പോൾ വൈഫ്, ഹസ്ബൻഡ്. അറബി ഭാഷയിൽ ഒരു വാക്കാണ്. സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം ജോഡി എന്നാണ്, ഇണ. അപ്പോൾ ഒരുപോലെ പ്രാധാന്യമുള്ള, അവകാശമുള്ള, ബാധ്യതകളുള്ള രണ്ടാളുകൾ എന്നാണ്. അത് പുരുഷന് സൗജ് എന്ന് പറയും, സ്ത്രീക്ക് സൗജത്ത് എന്ന് പറയും. അത് ലിംഗവ്യത്യാസം മാത്രമാണ്. അപ്പം അത്രത്തോളം ഒന്നായി ജീവിക്കേണ്ടവരാണ് ഈ സ്ത്രീയും പുരുഷനും. മലയാളത്തിൽ ഭാര്യയും ഭർത്താവും, ഇണകൾ എന്ന് പറയാം നമുക്ക്. ഈ ഇണകൾ രണ്ടും എത്രത്തോളം മനസ്സ് അടുത്ത് നിൽക്കുന്നുവോ അത്രയാണ് അവരുടെ സന്തോഷം. ആ സന്തോഷം ഉള്ളിലും ഉണ്ടാവും, പുറത്തും ഉണ്ടാവും. ആനന്ദകരമായ അനുഭവങ്ങളായിരിക്കും. അങ്ങനെ ആനന്ദകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ പണിയെടുക്കണം. ആ സാഹചര്യത്തിൽ മക്കളുണ്ടായാൽ ആ മക്കളും ഇത് കാണും. ഉമ്മയിപ്പ എത്ര സ്നേഹത്തിലാണ്, ഉമ്മയിപ്പ എത്ര ഇഷ്ടത്തിലാണ്. അത് കണ്ട് വളർന്നു വരുന്ന മക്കൾക്ക് ആ സ്നേഹത്തിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടാവും. മക്കളോട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വലുതാകുമ്പോൾ പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കണ്ട. എന്താ, അവർ വീട്ടിൽ കാണുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം വീട്ടിലിത് കാണാനില്ല, ഒരു സ്നേഹം കേൾക്കുന്നില്ല, ഇഷ്ടമുള്ളൊരു വാക്കില്ല, ആനന്ദകരമായ നിമിഷങ്ങളില്ല, ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി ഒന്ന് ഒഴിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ സൗഹൃദമില്ലാതെ പോകുന്ന സാഹചര്യത്തിൽ മക്കൾക്കും പ്രയാസമുണ്ടാവും, ഭയങ്കരമായ പ്രയാസം. അപ്പോൾ പിന്നെ മക്കൾ സ്നേഹം കിട്ടുന്നവരെ അന്വേഷിച്ചു പോകും. ഇപ്പം അനുഭവങ്ങൾ അങ്ങനെയാ. സ്നേഹം കിട്ടാതിരുന്നാൽ ആണായാലും പെണ്ണായാലും മുതിർന്നവരായാലും ചെറിയവരാണെങ്കിലും സ്നേഹം ലഭിക്കുന്നു എന്ന് കാണുന്നിടത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വന്നാലും സ്വൈരല്ല, ജോലി ചെയ്യുന്നിടത്തും സ്വൈരല്ല, മക്കളടുത്തും സ്വൈരല്ല, ഭാര്യൻ്റെ അടുത്തും സ്വൈരല്ല, ഭർത്താവിൻ്റെ അടുത്തും സ്വൈരല്ല, വാപ്പാൻ്റെ അടുത്തും സ്വൈരല്ല. ഒരു സ്നേഹം വേണ്ടേ? അപ്പോൾ ഒരിക്കൽ സ്നേഹം കിട്ടാൻ വേണ്ടി സ്നേഹം പ്രകടിപ്പിച്ചു വരുന്ന ആളുടെ അടുത്തേക്ക് പോവുകയാണ് മക്കള്. വലിയ ആൾക്കാരും പോവുകയാണ്. പക്ഷെ അത് അപകടത്തിൽ ചെന്ന് ചാടിയ ശേഷമാണ് അബദ്ധമായി എന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ ഖുർആനിൽ നോക്കൂ ഒരു പ്രയോഗം, ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഇതൊക്കെ വെറുതെ പറയാൻ മാത്രമല്ല, നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രമാണ് എന്നാ. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആളുകളുടെ മുമ്പിൽ വരുമ്പോൾ മാക്സിമം നല്ല ഡ്രസ്സ് ഇടുന്നത്. എന്തിനാ? വീട്ടിലാകുമ്പോൾ വേണേൽ നമ്മളൊരു കള്ളിത്തുണിയും ലുങ്കിയും ബനിയനൊക്കെ ആയി കുത്തിരിക്കുന്ന ആളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സ് നന്നായി ചെയ്യുന്നത് എന്തിനാ? ഔറത്ത് മറക്കുക എന്നുള്ള ഇസ്ലാമിന്റെ നിയമം മാത്രമല്ല, അതിനപ്പുറത്തും. കാരണം അത് സൗന്ദര്യമാണ്, ഭംഗിയാണ്. ഇപ്പൊ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും സൗന്ദര്യമാണ്. പോരായ്മകൾ മറച്ചു വെക്കാനുള്ളത് ആ വസ്ത്രം ആണല്ലോ. പോരായ്മകൾ മറച്ചു വെക്കുന്നത് വസ്ത്രം കൊണ്ടാണ്. അപ്പോൾ ഭർത്താവിന്റെ പോരായ്മ ഭാര്യയും, ഭാര്യയുടെ പോരായ്മ ഭർത്താവും ആ മറച്ചു വെക്കണ്ട്. പറഞ്ഞടക്കായിരിക്കും ഇപ്പോൾ ആൾക്കാർ ചെയ്യുക, മറച്ചു വെക്കുന്നത് പോയിട്ട് അത് പ്രചരിപ്പിക്കും ആളുകൾ. അതുപോലെ തന്നെ സുരക്ഷിതത്വമാണ്. തണുപ്പിലും ചൂടിലുമൊക്കെ നമുക്ക് രക്ഷ നൽകുന്നത് വസ്ത്രമാണ്. അങ്ങനെ ഒരുപാട് പറയാവുന്ന ഒരു വാക്കാണ് ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന എന്ന വാക്ക്. അത് നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യക്കും എൻ്റെ ഭാര്യയ്ക്ക് എന്നോടും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വലഹുന്ന മിഥിലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ഖുർആൻ പറഞ്ഞൊരു വാക്കാണ്. സ്ത്രീകൾക്ക് അവർക്കുള്ള ബാധ്യത പോലെ തന്നെ മഅറൂഫ് അനുസരിച്ച് അവർക്ക് അവകാശങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എല്ലാപ്പോഴും ഓരോരുത്തരും അവനവൻ്റെ അവകാശമാണ് നോക്കുക, അവനവൻ്റെ ബാധ്യത നോക്കൂല. അപ്പോൾ എനിക്കിങ്ങനെ കിട്ടണ്ടേ അല്ലേ? തൊഴിലാളികളുടെ അവകാശം, വ്യവസായികളുടെ അവകാശം, കുട്ടികളുടെ അവകാശം. അപ്പോൾ നമ്മൾ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ സ്ത്രീകളിൽ നിന്ന്, ഭാര്യമാർ. ഖുർആൻ പറഞ്ഞ എന്താ പറയുക? ഒരു പെണ്ണിന് എന്തെല്ലാം ബാധ്യതയുണ്ടോ അതുപോലെ അവർക്ക് അവകാശങ്ങളുമുണ്ട് എന്നാണ്. അപ്പം നമ്മൾ ബാധ്യതയാണ് പറയുക, ഓളങ്ങനെ ചെയ്യണ്ടേ, ഭാര്യയല്ലേ, ഓളയാനല്ലേ നോക്കുന്നത്, ഇങ്ങനെ ചെയ്യണ്ടേ. അത് അവർക്ക് അവകാശങ്ങളുണ്ട് എന്നറിയാത്തത് കൊണ്ട് വരുന്നതുകൊണ്ടാണ്. അപ്പം അവർക്ക് ഒരുപാട് അവകാശമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൾക്ക് പിന്നെ എവിടെ നിന്ന് സ്നേഹം കിട്ടും? മറ്റൊരു സ്നേഹം പാടില്ലല്ലോ. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടും? ഇപ്പോൾ ഒരു ഭർത്താവിനോട് സ്നേഹം കാണിക്കാത്ത പെണ്ണ് മനസ്സിലാക്കണം, എൻ്റെ ഭർത്താവിന് എവിടുന്ന് സ്നേഹം കിട്ടും? ഒരു നോട്ടം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു പെരുമാറ്റം കൊണ്ട്, ഒരു നല്ല വർത്തമാനം കൊണ്ട്, നല്ലതായ ഇടപെടലുകൾ കൊണ്ട് ഭർത്താവിന് ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടണ്ടേ? അത് നൽകുന്നില്ലെങ്കിൽ ആ പെണ്ണെന്തിനു പറ്റും? അങ്ങനെയായാൽ ഈ ഭർത്താവ് എന്ത് ചെയ്യും?
ഇപ്പം ചിലർ പരാതി പറയല്ലോ, ഇയാൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നില്ല, രാവിലെ അങ്ങനെ പോവും, കൂട്ടുകാരെ കൂടെ അവിടെയാണ് ഇവിടെയാണ് ക്ലബിലാണ്. അതിനടിസ്ഥാനപരമായി പരിശോധന നടത്തണം. വീട്ടിൽ ഇയാൾക്ക് വീട് എങ്ങനെയാണ്? അറബി ഭാഷയിൽ സെക്കന് എന്ന് പറയും വീടിന്. സെക്കന് എന്ന വാക്കിന്റെ അടിസ്ഥാന അർത്ഥം സമാധാനമുള്ള സ്ഥലം എന്നാണ്. നോക്കൂ, ആ രണ്ട് വാക്കും തമ്മിൽ, രണ്ടർത്ഥം തമ്മിൽ. സമാധാനമുള്ള ഇടം എന്ന വാക്കാണ് വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ സമാധാനം ഇല്ലെങ്കിലോ? അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മൾ പരമാവധി സ്നേഹം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പുരുഷൻ സ്ത്രീക്കും, സ്ത്രീ പുരുഷനും, മക്കൾക്ക് മാതാപിതാക്കളും, മാതാപിതാക്കൾക്ക് മക്കളും. സ്നേഹം അങ്ങനെ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഇപ്പോൾ നാം കേൾക്കുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ സ്നേഹമുണ്ട്, എൻ്റെ മക്കൾക്ക് എൻ്റെ വീട്ടിൽ തന്നെ സ്നേഹം കിട്ടുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വീട്ടിൽ തന്നെ സ്നേഹം കിട്ടുന്നുണ്ട്, ആ വീട്ടിലെ പുരുഷന് ആ വീട്ടിൽ സ്ത്രീയിൽ നിന്നും സ്നേഹം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കൂടുതലായി പരിശീലിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്കറിയാത്ത ഒരുപാട് വിഷയങ്ങളില്ലേ, ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളിങ്ങനെ കേട്ട് നമുക്ക് തോന്നുക വെറുതെ ഞാനാണ് ഏറ്റവും പഠിച്ച ആളെന്ന്. പല പ്രശ്നങ്ങളിലും നമുക്ക് ഉപദേശം തരാൻ ഒരുപാട് ആൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിലെ അംഗങ്ങൾ കൗൺസിലിങ്ങിന് പോകുക അത്രേ. ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ചാണ്, ഒരു ഭാര്യയും ഭർത്താവും 2 കൊല്ലം കൂടുമ്പോൾ നമ്മുടെ ഒരു കൗൺസിലിങ്ങിന് പോകാൻ. നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മാനസികപരമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കും ആൾക്കാർ. ഒരു ഭിന്നിച്ചുപോയ ഒരു കുടുംബത്തിനെ ഒന്നിപ്പിക്കാൻ പോലും നമ്മൾ ആ ഭർത്താവിനെയോ ആ പെണ്ണിനെയോ കൂട്ടി ഇതൊക്കെ പഠിച്ചൊരു മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് പോവുക, അയാൾക്ക് പറഞ്ഞുതരാൻ കഴിയും പലതും. നമ്മൾ പോവില്ലല്ലോ, എന്താ എൻ്റെ അടുത്ത് തെറ്റില്ല എന്നറിയും. പെണ്ണ് തീരെ പോവില്ല, ഞാൻ മാനസിക രോഗമൊന്നും അല്ല എന്നറിയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തും പഠിച്ചും പരിഹരിച്ചും ഒരുപാട് അനുഭവമുള്ള സൈക്കാട്രിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പം എനിക്കെന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. അതെനിക്ക് വെറുതെ വിചാരിക്കുക ഞാനൊക്കെ പഠിച്ച ആളാണ്, ഞാനൊക്കെ പറ്റിയ ആളാണ്, പോരായ്മ ഉണ്ടാവും. അത് ഇത്തരം കൗൺസിലിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആണ് ഒരു വിഷയം. നാം പഠിക്കുകയും പരിശോധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. ഇപ്പം കണ്ടില്ലേ, പല പ്രശ്നങ്ങളും അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം ചൈൽഡ് ലൈഫിന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഈ ഇതില്ലേ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന കുട്ടിയെ സെക്ഷൽ അബ്യൂസ്, ഈ ലൈംഗിക പീഡനങ്ങളൊക്കെ വരുന്നത് ആ കുട്ടികൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഒരു മാഷ്മാരോട് പറയില്ല, വാപ്പനോട് പറയില്ല, ഉമ്മനോട് പറയില്ല. എന്താണെന്നറിയോ? അത് പറയാവുന്ന വിധത്തിൽ ഇടപെടാനുള്ള മനഃശാസ്ത്ര സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും. അത് പുറത്തേക്ക് വരികയും ചെയ്യും കാര്യങ്ങൾ. അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പോൾ സ്നേഹം നൽകുന്ന സാഹചര്യവും നമ്മുടെ പോരായ്മകൾ ഇടക്കിടക്ക് നമ്മൾ പരിശോധിക്കുന്ന അനുഭവവും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ നമുക്ക് സന്തോഷം നിലനിർത്താൻ സാധിക്കും. അപ്പോഴാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ എന്ന പ്രാർത്ഥന അർത്ഥവത്താകുന്നത്. അതിൻ്റെ അവസാനം നോക്കൂ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കാം. എന്താ ചോദ്യം എന്നറിയോ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക് നേതൃത്വം നൽകാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണേന്ന. നല്ല മനുഷ്യർക്ക് നേതൃത്വം നൽകാൻ കഴിവുണ്ടാവണേന്ന്. അതായത് എങ്ങനെയെങ്കിലും അത്യാവശ്യം ഞാനങ്ങ് നന്നായി പോണേന്നല്ല, അത് പോരാ, മാക്സിമാണ്. നല്ല മനുഷ്യന്മാർക്ക് നേതൃത്വം നൽകാൻ ഞങ്ങൾക്ക് കഴിയണമേ, എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിയണമേ എന്ന് ദുആ ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് പറ്റിയ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്തോഷകരമായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. കുടുംബ ജീവിതം തകർക്കുന്നത് അവിഹിത ബന്ധങ്ങളാണ്. കുറേ ഈ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു വലിയ കാരണം ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിൽ സ്നേഹം പരസ്പരം ലഭിക്കാത്തത് ഒരു കാരണമാണെന്ന്. പല കാരണങ്ങളുണ്ടാവും, ഒരു കാരണം അതാണ്. ഇപ്പോൾ സ്നേഹം ലഭിക്കാൻ വേണ്ടി കുടുംബത്തിലെ അംഗങ്ങൾ, പുരുഷനോ സ്ത്രീയോ മുതിർന്നവരോ കുട്ടികളോ ഒക്കെ സ്നേഹം നോക്കി പോവുകയാണ്. അതിനാരെങ്കിലും സ്നേഹം അങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അപകടാവസ്ഥയെ എങ്ങനെ തരണം ചെയ്യാം എന്നതും നമ്മൾ മനസ്സിലാക്കണം.
ഇപ്പം ഖുർആനിൽ കുടുംബജീവിതം ഭദ്രമായി നിൽക്കുന്നതിനുള്ള എല്ലാ ഉപദേശങ്ങളും ഉണ്ട്. എല്ലാ ഉപദേശങ്ങളും നോക്കൂ. ഖുർആൻ പറയുന്നു, നിങ്ങൾ കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞു. പുരുഷന്മാർ അവരുടെ കണ്ണ് താഴ്ത്തണം, അവരുടെ ജനനേന്ദ്രിയങ്ങൾ കാത്തു സൂക്ഷിക്കണം. സ്ത്രീകൾ അവരുടെ കണ്ണ് താഴ്ത്തണം, അവരുടെ ജനനേന്ദ്രിയങ്ങൾ അവർ കാത്തു സൂക്ഷിക്കണം. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. അവർ കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞു പുരുഷന്മാരോട്, മുഅ്മിനീങ്ങളോട്. അതേപോലെ സ്ത്രീകളോടും പറഞ്ഞു. എന്താ ഈ കണ്ണ് താഴ്ത്തൽ? കണ്ണ് താഴ്ത്തൽ കാണേണ്ടത് മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇപ്പം സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അവിഹിത ബന്ധം വരുന്നതിന് മനഃശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ സ്റ്റേജുകൾ പറയുന്നുണ്ട്. അതിൻ്റെ 5 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. അവിഹിത ബന്ധത്തിൽ ഒരാളും കുഞ്ഞുങ്ങളുമായിട്ട് നന്നായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥനോ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീയോ നാളെ നേരം വെളുത്തിട്ട് വേറത്തിൻ്റെ കൂടെ പോവില്ല, അല്ലെ വേറത്തിൻ്റെ കൂടെ പോവില്ല, ഒരു അവിഹിത ബന്ധം ഉണ്ടാക്കൂല. അതിന് സ്റ്റെപ്പുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. എന്നാൽ ഈ കാൽപ്പാടുകളുടെ പ്രത്യേകം എന്താ പറയാം? ഒരു കാൽപ്പാടും അടുത്ത കാൽപ്പാടും തമ്മിൽ ചെറിയൊരകലം ഉണ്ടാവുള്ളൂ നമ്മൾ നടക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഒരു മൈൽ നടന്നിക്കണമെങ്കിൽ ഇവിടം മുതൽ അവിടം വരെ കുറേ ദൂരം ഉണ്ടാവില്ലേ? പക്ഷേ ഇപ്പോഴും അതിന് മുമ്പുള്ളതും തമ്മിൽ ചെറിയ അകലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പിശാചിന്റെ കാൽപ്പാട് പിന്തുടരുക. പിശാച് എങ്ങനെയാ വരുന്നത്? പിശാച് വരുന്നത് ഒന്നിപ്പറഞ്ഞ നോട്ടം. ഖുർആൻ അതുമാതിരി പറഞ്ഞല്ലോ, വലാ യഖ്ളഅന മിനൽ ഖൗലി, നിങ്ങൾ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത് എന്ന് പറഞ്ഞു സ്ത്രീകളോട്. ഫലാ തഖ്ളഅന ബിൽ ഖൗലി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിളിച്ചുകൊണ്ട് പറഞ്ഞിടത്താണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങൾ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, സംസാരിക്കുമ്പോൾ ഒരു ആകർഷണീയത വരുത്തി സംസാരിക്കരുത് എന്ന് ഒരു സ്ത്രീ പുരുഷനോട്, അന്യപുരുഷനോട്. ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ, മനസ്സിൽ രോഗമുള്ള മനുഷ്യൻ മോശമായത് വിചാരിക്കാൻ കാരണമാകും എന്ന് പറയുന്നു. എന്നാൽ ആദ്യത്തേത് ഈ കാണൽ, സംസാരിക്കൽ, ഇതിലൊക്കെ നിയന്ത്രണം ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞത്. ഭർത്താവിൻ്റെ അഭാവത്തിൽ എല്ലാം കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു ഭാര്യയുടെ നിയമമായി ഖുർആൻ പറഞ്ഞു. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി. ആ ഗൈബ് എന്നത് നമ്മൾ വളരെ ഒരു വലിയ പ്രയോഗം. ഭർത്താവിന് അസാന്നിധ്യമാണ് പറഞ്ഞത്. ഇപ്പോൾ വാപ്പൻ്റെ അടുത്തിരിക്കുന്ന മോൻ നല്ലവനായിരിക്കും, മോൻ്റെ അടുത്തിരിക്കുന്ന വാപ്പയും നല്ലവനായിരിക്കും, ഭർത്താവിൻ്റെ കൂടെ ഭാര്യ നല്ലവളായിരിക്കും, ഭാര്യയുടെ കൂടെ ഭർത്താവും നല്ലവനായി. ഇതൊക്കെ ഒന്ന് വേറെ വേറെ ആയി നോക്കണം. നാട് വിട്ട് 4 ദിവസത്തെ ടൂറിന് പോയതാവാം, അല്ലെങ്കിൽ വേറൊരു പ്രദേശത്ത് താമസിക്കേണ്ടി വന്നത്. അപ്പോഴറിയാം ഓരോരുത്തൻ്റെ യഥാർത്ഥ കോലം. ഇവിടെ പറഞ്ഞെന്താ? ഹാഫിളാത്തുൽ ലിൽ ഗൈബി എന്നാണ്. ആ ഗൈബ് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അസാന്നിധ്യം എന്നാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഉറച്ച തീരുമാനമുണ്ടാകേണ്ടത്. ഈ ഫിസിക്കൽ അട്രാക്ഷൻ എന്നാണ് മനഃശാസ്ത്രത്തിൽ ഈ ആദ്യ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭൗതികമായ ശാരീരികമായ ഒരു ആകർഷണീയത. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടോ സ്ത്രീക്ക് പുരുഷനോടോ ആദ്യ കാഴ്ചയിൽ അങ്ങനെ ഒരു ആകർഷണീയത വരിക. പിന്നെ അതൊരു അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ബന്ധപ്പെടാൻ ആഗ്രഹം ഉണ്ടാകുക. പിന്നെ എവിടെയെങ്കിലും ഒരു ഫോൺ നമ്പർ എങ്ങനെയെങ്കിലും കിട്ടിയാൽ പിന്നെ അതിൽ വിളിച്ചു നോക്കുക, കാണാൻ കൊതിക്കുക. പിന്നെ അതുമായി തന്നെ സാദൃശ്യം പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ അവൾക്കിഷ്ടപ്പെട്ട ഒരു കാര്യം എനിക്കിഷ്ടമാണ് എന്നൊക്കെ ആവശ്യമില്ലാതെ ബന്ധങ്ങൾ ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ പരസ്പരം ത്യാഗം ചെയ്യാനുള്ള ഒരു സന്നദ്ധത എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആളൊക്കെ കണ്ടാൽ അത് സാരല്ല എന്ന് വെക്കുക, ത്യാഗത്തിലേക്ക് വരിക. ലാസ്റ്റിലാണ് അത് ഇൻറ്റിമസിയായി മാറണം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോവുക, മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെയും കൊണ്ട് കടന്നു കളയുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇത് വിടർത്താൻ കഴിയാത്ത വിധത്തിൽ അങ്ങ് ആയിപ്പോയി എന്നാണ്. ഇതിലേക്ക് എത്തുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് അടക്കേണ്ടത്. അത് ആദ്യത്തെ ആകർഷണം മുതൽ അവസാനത്തെ ഈ വേർപെടാൻ കഴിയാത്ത അവസ്ഥ. നമ്മളിത് നോക്കുന്നത് അവിടെ എത്തിയിട്ടാ, മോള് ചാടിപ്പോയിക്കുന്നു, അല്ല ഒരുത്തൻ്റെ കൂടെ വേറെ ഒരുത്തൻ്റെ ഭാര്യ പോയിക്കുന്നതിന് അവിടെ എത്തിയിട്ട് വേർപെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് എത്തുന്നത്. അപ്പം ഖുർആനിലൊരു പ്രയോഗം ഉണ്ടല്ലോ, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് എന്നാണ്. വ്യഭിചരിക്കരുത് എന്നല്ല അവിടെ പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ വഴികളിലൂടെ നിങ്ങൾ പോവരുത്. പോയില്ലേ. ഒരു ഹദീസ് പറഞ്ഞു, കണ്ണ് വ്യഭിചരിക്കും, കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ്. കാല് വ്യഭിചരിക്കും, കാലിൻ്റെ വ്യഭിചാരം നടത്തമാണ്. കൈ വ്യഭിചരിക്കും, കൈയിൻ്റെ വ്യഭിചാരം പിടുത്തമാണ് എന്നൊക്കെ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള വഴികളാണ് ഇതെത്തുന്നത്. അപ്പം ഇതിന് വഴിയടക്കുക ഇസ്ലാമിക ശരീഅത്തിൽ ഫിഖ്ഹിലൊക്കെ ഒരു ഹുക്കുമായി പറയുന്നുണ്ട്, ഒരു നിയമമായി. സദ്ദുദ്ദരിയ എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളിലേക്ക് എത്താനുള്ള വഴി അടക്കുക എന്ന്. ഈ അടച്ച വഴിയുണ്ടല്ലോ, അതൊരു കുറ്റമായിരിക്കില്ല, പക്ഷെ ആ വഴി കുറ്റത്തിലേക്ക് എത്തുമെങ്കിൽ ആ വഴി അടക്കണം എന്നാണ്. കുറ്റത്തിലെത്തിയിട്ട് പിന്നെ കാര്യമല്ലല്ലോ. അതെന്തൊക്കെയാ? അതൊന്ന്, അന്യ സ്ത്രീ പുരുഷന്മാർ ശാരീരികമായ ആകർഷണീയത വരുത്തുന്ന വിധത്തിൽ ആദ്യം തന്നെ ബന്ധപ്പെടാതിരിക്കുക, സംസാരമായാലും നോട്ടമായാലും. അപ്പം നമുക്ക് തോന്നും, നമുക്കൊരു സ്ത്രീയോട് സംസാരിക്കേണ്ട വിഷയമുണ്ടല്ലോ, ആവാം, അവളുടെ ഭർത്താവിനെ വിളിക്കാം, ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറയാം, അയാൾ സാന്നിധ്യത്തിൽ പറയാം. ഒരു പുരുഷനെ വിളിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയം ഉണ്ടായിക്കോട്ടെ, അവളെ ഭർത്താവ് വന്നിട്ട് അയാൾ വിളിച്ച് സംസാരിക്കുന്ന, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് സംസാരം തുടങ്ങാൻ വേണമെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യാം. ഇപ്പോൾ ഒരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്, അവർക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഒരു കോൺഫറൻസിന് പോകണം, കഴിയുമെങ്കിൽ അവൾക്ക് അവരുടെ ഭർത്താവിനെയും കൂട്ടി പോകാം. അതല്ല, കൂടെ പോണ വേറൊരു ഹെഡ് മാസ്റ്റർ ഉണ്ട് വിചാരിക്കുക, അല്ലെ ബിസിനസ്സിലുള്ള ഒരാൾ, അയാളുടെ വൈഫിനെയും കൂട്ടാൻ പറയാം. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വഴി അടക്കാൻ കഴിയും കാര്യങ്ങളുടെ. മറ്റൊന്ന്, കുടുംബം, ആ കുടുംബത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകണം എന്നുള്ള. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു ആഭാസമായി തോന്നണ്ട. അതായത് ഒരാൾ, അയാളുടെ ശരീരം, ഇപ്പോൾ കുട്ടികൾ വലുതായി വരുന്നു, പെൺകുട്ടി ആൺകുട്ടി, അപ്പം അവരുമായിട്ട് മാന്യമായ നിലക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്കൂളും കോളേജിലും ഒക്കെ ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലേ, ശരീരത്തിൻ്റെ ഘടന, റീപ്രൊഡക്ഷൻ, ഉൽപാദനം, ബീജസങ്കലനമൊക്കെ പഠിപ്പിക്കുന്നില്ലേ? അവർ തോന്നിയാസൊന്നും അല്ലല്ലോ. അപ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്, നിനക്ക് 12 വയസ്സായി, 14 വയസ്സായി, നീ ഒരു പെണ്ണായി അല്ലെ നീ ഒരു പുരുഷനായി, നിന്റെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം, പല പ്രശ്നങ്ങളും ഉണ്ട്. 20-22 വയസ്സായി, മോനോട് പറയാം കല്യാണം കഴിക്കാനായി, ഈ ആരെ കണ്ടുവച്ചിട്ടുണ്ടോ, നിന്റെ അഭിപ്രായം പറയാം, അല്ലെ ഉമ്മാനോട് പറയാം. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ലൈംഗിക വിദ്യാഭ്യാസ ശീലം നമ്മൾ ശീലിച്ചു വരണം. അതുപോലെ തന്നെയാണ് പരസ്പരം അഭിപ്രായങ്ങൾ അറിയൽ. എൻ്റെ അഭിപ്രായം എൻ്റെ ഭാര്യ അറിയണം, എൻ്റെ ഭാര്യയുടെ അഭിപ്രായം ഞാൻ അറിയണം, എൻ്റെ മോളുടെ അഭിപ്രായം എൻ്റെ മോൻ്റെ അഭിപ്രായം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല? പ്രശ്നം ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 2 ആളുകൾ ചേർന്ന ഒരു സ്ഥാപനത്തിൽ പ്രശ്നം ഉണ്ടാവും, എന്നിട്ടല്ലേ 5-10 ആളുകളുടെ ഒരു കുടുംബത്തിൽ. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തീർക്കാൻ ശ്രമിക്കുക, പ്രശ്നങ്ങൾ വലുതാക്കാതിരിക്കുക. ഇപ്പൊ വിവാഹമോചനം പോലും നിങ്ങൾ നോക്കൂ. വിവാഹമോചനം നടന്ന പെണ്ണ് ആദ്യത്തെ വിവാഹമോചനം കഴിഞ്ഞാൽ 3 ഇദ്ദ സമയം, ആ പീരീഡിന്റെ സമയം ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണമെന്നാണ് നിയമം, ഖുർആന്റെ നിയമം. നമുക്കിപ്പോൾ അതിന് നിർത്താൻ വയ്യ, കാരണം ഇവൻ അവളെ കൊല്ലുമോ എന്നുള്ള പേടിയായിരിക്കും. അത്ര ക്രൂരമായിട്ടായിരിക്കും ഈ തലാഖിലെത്തിയത് തന്നെ. പക്ഷേ അതിൻ്റെ മനഃശാസ്ത്ര വശം എന്താ? അതിൻ്റെ ആ ഘട്ടത്തിൽ എത്തുന്നത് തന്നെയും ഒരുപാട് ഇടപെടലുകളും സംസാരങ്ങളും ഉപദേശങ്ങളും ബന്ധപ്പെട്ടവരുടെ മധ്യസ്ഥ ശ്രമമൊക്കെ കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന ആദ്യത്തെ തലാഖ് കഴിഞ്ഞാൽ ആ 1 പിന്നെയും 2 ആ തലാഖ് കഴിഞ്ഞാൽ ഇദ്ദ പീരീഡിൽ ഈ പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണം എന്നാ. അതിനിടയിൽ ഭർത്താവ് മരിച്ചാൽ ഇവൾക്ക് അവകാശം വരെ ഉണ്ട് എന്നാ. അവളുടെ താമസവും ഭക്ഷണവും വസ്ത്രവും ആ തലാഖല്ലേ ഭർത്താവ് കൊടുക്കണം എന്നാ. ഈ റജഈയായ തലാഖിന്റെ പീരീഡ് എന്താ അതിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യം എന്താ അറിയോ? ഇത്രയും ദിവസം 3 മാസക്കാലം ഏതാണ്ട് ഇവളിവിടെ ജീവിക്കുക, ഭാര്യ അല്ലാതായിപ്പോയി, പക്ഷേ ഒരു ചെറിയൊരു ബന്ധം ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് അവളങ്ങ് തിരിച്ചെടുത്താൽ കഴിഞ്ഞു എന്നാണ്. നിക്കാഹ് പോലും വേണ്ട എന്നാണ് ആ റജഈയായ തലാഖിൽ. ഭർത്താവിന് ആ ഭാര്യ കഴിഞ്ഞു, നമ്മുടെ പ്രശ്നം തീർന്നു എന്നാണ്. ഭാര്യയും ഭർത്താവായിട്ട് അങ്ങ് ജീവിച്ചാൽ ആ ഒരു തലാഖ് കഴിഞ്ഞിട്ടുള്ള തിരിച്ചെടുക്കലായിന്ന്. ഇത് വലിയൊരു മനഃശാസ്ത്രമാണല്ലോ, വലിയൊരു സൈക്കോളജിയാണല്ലോ. വേർവിട്ടുപോയ ഈ ബന്ധം ഒന്നാക്കി തീർക്കാനുള്ള ഒരവസരം നൽകുകയാണ്. അപ്പം ആ ഒരു അവസരത്തിൻ്റെ ലക്ഷ്യം നമ്മൾ കാണണം. അപ്പോൾ ആ ജീവിതത്തിലുടനീളം ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ മോനൊരു അബദ്ധം പറ്റി, മോൾക്കൊരബദ്ധം പറ്റി, അവിടെ വെച്ചിട്ട് എൻ്റെ മോനല്ല എന്ന് പറയാം, അല്ലെ എൻ്റെ മോളല്ല എന്ന് പറയാം, ഇറക്കി വിടുക, കൂടുതൽ അബദ്ധാവും. എന്നോടൊരാൾ പറഞ്ഞു, ഒരു പണ്ഡിതൻ കുറേ മുമ്പാ, അയാൾ ഒരു മോൻ കേടുവന്നുപോയി, പല പ്രശ്നം. അപ്പോൾ വന്നിട്ട് പറഞ്ഞത്ര ഒരാൾ വന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ അവനോട് വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞുകൂടെയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു മറുപടി, ഇപ്പോൾ അവൻ്റെ പ്രശ്നം കുറച്ചാളെ അറിയൂ, ഇവനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി അവൻ അങ്ങാടി കിടന്നുറങ്ങൂലേ, അപ്പോൾ കൂടുതൽ ആളറിയും, പ്രശ്നങ്ങളാവില്ലേ എന്ന്.
അത് ശരിയാണല്ലോ. അപ്പം നമ്മൾ ഉണ്ടായ പ്രശ്നം ഒതുക്കി തീർത്തും ഇല്ലാതെ ആക്കി തീർക്കാൻ നോക്കണം. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും കഴിയണം. അതിലേക്ക് നമ്മുടെ കുടുംബ ജീവിതം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവുമുള്ള ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു പ്രകാശപൂരിതവും വിശാലവുമാക്കി കൊടുക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവെ, ഞങ്ങളിൽ നിന്ന് രോഗങ്ങളും പ്രയാസങ്ങളുമായി കഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ച് തരണമേ. ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും റഹ്മാനായ അല്ലാഹുവെ നീ പൂർത്തീകരിച്ച് തരണമേ. സമാധാനമുള്ള കുടുംബജീവിതം നയിക്കുവാൻ, ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം ലഭിക്കുവാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണമേ. അല്ലാഹുവെ, ഇസ്ലാമും മുസ്ലിം ലോകവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും തരണം ചെയ്യുവാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് നൽകി നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.